ഹായ് എല്ലാവർക്കും SCT സമഗ്രയിലേക്ക് സ്വാഗതം. കലാ സാഹിത്യം സാംസ്കാരികം ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് പറയണം. വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഏകാന്ത പഥികൻ, ഓർമ്മക്കുറിപ്പ്. ഇത് ഏതാണ്? ആൻസർ വരുന്നത് ഏകാന്ത പഥികൻ കേട്ടോ. ഏകാന്ത പഥികന് നോവലാണ്, ചെറുകഥയല്ല, നോവലാണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ് ഇതൊക്കെ ചെറുകഥകളാണ്. ഏകാന്ത പഥികന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നാടകങ്ങൾ. ഋതുമതി എന്ന നാടകം രചിച്ചതാരാ? ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ് ഋതുമതി എന്ന നാടകം രചിച്ചത്. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. ഋതുമതി എന്നത് പ്രേംജിയുടെ നാടകമാണ് ഋതുമതി. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവൽ ആണ് കേരള സിംഹം. ഇത് രചിച്ചതാരാ? പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് സർദാർ KM പണിക്കർ കേട്ടോ. സർദാർ KM പണിക്കറാണ് കേരള സിംഹം രചിച്ചത്. സർദാർ KM പണിക്കറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിതകളാണ്. മുത്തശ്ശി എന്ന കവിത എഴുതിയത് ആരാണ്? N ബാലാമണി അമ്മ കേട്ടോ. മുത്തശ്ശി എന്ന കവിത ആരാ എഴുതിയത്? N ബാലാമണി അമ്മ. ഇനി വിശ്വദർശനം എഴുതിയതാരാ? അത് G ശങ്കരക്കുറുപ്പ്. വിശ്വദർശനം എഴുതിയതാരാണ്? G ശങ്കരക്കുറുപ്പ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിതകളാണ് വിശ്വദർശനവും മുത്തശ്ശിയും. വിശ്വദർശനം എഴുതിയത് G ശങ്കരക്കുറുപ്പാണ്. മുത്തശ്ശി എഴുതിയത് N ബാലാമണി അമ്മയാണ്. ഓക്കെ, ജ്ഞാനനിക്ഷേപം എന്ന വാർത്താപത്രം അല്ലെങ്കിൽ മാഗസിൻ എന്നിവയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന്? ജ്ഞാനനിക്ഷേപം എന്ന വാർത്താപത്രം അല്ലെങ്കിൽ മാഗസിനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളത്. ഇത് 1848 മുതൽ കോട്ടയം CMS പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1848 മുതൽ കോട്ടയം CMS പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പുല്ലേലിക്കുഞ്ഞ് എന്ന നോവൽ ആദ്യം പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ്. പുല്ലേലിക്കുഞ്ഞ് എന്ന നോവൽ ആദ്യം പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. താങ്ക് യു.